ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾ മുമ്പിൽ ആദരാതെ വിശ്വപ്രവാചകൻ എന്ന വിഷയം നിങ്ങളുമായി സംവദിക്കാനാണ്. അതിന് തൗഫീഖ് നൽകിയ പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹുവിനാകുന്നു സർവ്വസ്തുതി. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി. സുഹൃത്തുക്കളെ, മദ്യവും മയക്കുമരുന്നും മാറോടച്ച് സത്യങ്ങൾ കടിമപ്പെട്ടിരിക്കുന്ന ജനറേഷനുകളുടെ യുവത്വത്തിലാണ് നാം നിലകൊള്ളുന്നത്. ആൽക്കോളിസം, നാർക്കോളിസം, സൈക്കോളിസം കലക്ക് പിടിച്ച് മതമൂല്യങ്ങളെ മാലിന്യമാക്കുന്ന അൾട്രാ ലിബറലിസ്റ്റുകൾക്ക് പഞ്ഞമില്ലാത്ത ഈ കാലത്തെ ഈ വിഷയം പ്രസക്തം ഉചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, തയ്ച്ചായി കിടക്കുന്നവർ ഭൂമിയിൽ കൊടുഞ്ചിന്തകളുമായി കഴിഞ്ഞിരുന്ന അറബികളെ ഇരുട്ടിൽ നിന്നും അകറ്റി അവരുണ്ടായിരുന്ന കൂടത്തരത്തെയും ദുസ്വഭാവത്തെയും ചീത്ത സംസ്കാരത്തെയും മാറ്റി ലോകത്തിലെ ഏറ്റവും വലിയ മാത്തുകളാക്കി നല്ല സംസ്കാരത്തിന്റെ ആളുകളാക്കി തീർത്ത വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഡോക്ടർ കലാം ഷാ പറഞ്ഞു പോയത്, I like Muhammad, he was not only prophet but also scientist and socialist. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു പ്രവാചകൻ മാത്രമായിരുന്നില്ല. അടുക്കള മുതൽ അന്താരാഷ്ട്ര വരെയുള്ള ഇസ്ലാമിക ചരിത്രത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു അധ്യാപകനുമാണ്. ജീവിക്കുന്നവരുടെ മനസ്സറിയുന്ന ഒരേ വ്യക്തി. ഏകവ്യക്തിത്വം അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മിത്രങ്ങളെ, നടക്കുന്ന മൃഗങ്ങളും ഏഴുന്ന ജന്തുക്കളും പറക്കുന്ന പക്ഷികളും നീന്തുന്ന മത്സ്യങ്ങളും അവർക്കിടയിലുള്ള വ്യത്യാസങ്ങളും വെളുത്തവനേക്കാൾ കറുത്തവനേക്കാൾ വെളുത്തവനെന്നോ അനർബിയേക്കാൾ അറബിയെന്നോ ഇല്ലാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രവചനം ചെയ്തു കൊടുത്ത അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പിൻപറ്റി ജീവിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.